എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL അതിൻ്റെ വളരെ മൂർച്ഛിച്ച ഘട്ടത്തിലേക്ക് എത്തുമ്പോഴായിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടല്ല, നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇൻ്റർനാഷണൽ ഡ്യൂട്ടികൾക്ക് വേണ്ടി ഇംഗ്ലണ്ട് താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയത്. പക്ഷേ അവസാന ലാപ്പിലേക്ക് IPL ഓടിയെടുക്കുമ്പോൾ പ്ലേ ഓഫ് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചും പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പിച്ചവരെ സംബന്ധിച്ചും വളരെ നിർണായകമായ താരങ്ങൾ തന്നെയായിരുന്നു ഇംഗ്ലണ്ട് താരങ്ങൾ. 8ഓളം താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് ഇംഗ്ലണ്ട് T20 നായകൻ കൂടിയായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ സ്റ്റാർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ജോസ് ബട്ട്ലർ. നമുക്കറിയാം IPL കഴിഞ്ഞ 2-3 സീസണുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഓപ്പണിംഗ് കോംബോ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ജോസ് ബട്ട്ലറും ഇന്ത്യൻ യുവതാരമായിട്ടുള്ള യശസ്വി ജയ്സ്വാളും. അപ്പോൾ പെട്ടെന്നൊരു IPL പ്ലേ ഓഫിലേക്ക് നമുക്കറിയാം രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് അവർ പഞ്ചാബ് കിങ്സിനെ ഇനി സീസണിലെ 13ാം റൗണ്ട് പോരാട്ടത്തിൽ നേരിടാൻ പോവുകയാണ്. അപ്പോൾ ജോസ് ബട്ട്ലർക്ക് പകരം ആരായിരിക്കും യശസ്വി ജയ്സ്വാളിനൊപ്പം രാജസ്ഥാൻ റോയൽസിന് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുക? സീസണിൻ്റെ ഇടയ്ക്ക് ഒരു മത്സരത്തിൽ ബട്ട്ലർക്ക് പകരം യുവതാരം തനുഷ് കോടിയാനെ രാജസ്ഥാൻ റോയൽസ് ഓപ്പണിങ്ങിലേക്ക് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര നല്ല വിജയമായിരുന്നില്ല. സോ ആരായിരിക്കും ജോസ് ബട്ട്ലർക്ക് പകരം രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോവുക? എന്തായാലും അതിനുള്ള വ്യക്തമായ ഉത്തരം നമുക്ക് ഇന്ന് RR വേഴ്സസ് PBKS പോരാട്ടത്തിലൂടെ ലഭിക്കുന്നതായിരിക്കും. സോ നിലവിലത്തെ സാഹചര്യത്തിൽ ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം രാജസ്ഥാൻ റോയൽസിൻ്റെ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് മെയിനായിട്ട് ഓപ്പണിങ്ങിലേക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന 3 താരങ്ങൾ, ഒന്ന് അവരുടെ ഓൾറൗണ്ടറായിട്ടുള്ള രവിചന്ദ്രൻ അശ്വിനാണ്. നമുക്ക് കഴിഞ്ഞ സീസണിലൊക്കെ പലതവണ അശ്വിൻ സ്ഥാനക്കയറ്റം കിട്ടി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ബാറ്റ് ചെയ്യാനെത്തും നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ജോസ് ബട്ട്ലർക്ക് പകരം രവിചന്ദ്രൻ അശ്വിനെ പരീക്ഷിക്കാനുള്ള തീരുമാനം അത്രത്തിലേക്ക് രാജസ്ഥാൻ റോയൽസ് പോകുമോ എന്ന് അറിയില്ല. പക്ഷേ ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം രവിചന്ദ്രൻ അശ്വിനും RRൻ്റെ ആ ഒരു ലിസ്റ്റിലുണ്ട്. അടുത്ത താരം ധ്രുവ് ജൂറലിനെ കൂടി RR വേണമെങ്കിൽ ഓപ്പണിങ്ങിലേക്ക് പരീക്ഷിക്കാം. നമുക്കറിയാം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് ധ്രുവ് ജൂറൽ. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 6ാമതോ 7ാമതോ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ എത്തുന്നത്. സോ ആ ഒരു പൊസിഷനിൽ അത്ര മികച്ച പ്രകടനമല്ല ഈ ഒരു സീസണിൽ ധ്രുവ് ജൂറൽ കാഴ്ചവെച്ചിട്ടുള്ളത്. സോ ഒരു ഓപ്പണിങ്ങിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയാൽ അദ്ദേഹത്തെ സംബന്ധിച്ചും ഒരു മികച്ച കൂടുതൽ പന്തുകൾ നേരിടാം, അതുപോലെ കൂടുതൽ സമയം ക്രീസിൽ ചിലവഴിക്കാൻ സാധിച്ചാൽ ധ്രുവ് ജൂറലിനെ പോലൊരു വെടിക്കെട്ട് താരം രാജസ്ഥാൻ റോയൽസിന് ഓപ്പണിങ്ങിൽ ഉപകാരപ്രദമായേക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കീ പ്ലെയർ, നമുക്കറിയാം ജോസ് ബട്ട്ലർ ഒരു വിദേശ താരമാണ്, ഇംഗ്ലണ്ട് താരമാണ്, അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് പകരം രാജസ്ഥാൻ റോയൽസിൻ്റെ തുറുപ്പ് ചീട്ട് ഇതുവരെയും സീസണിൽ രാജസ്ഥാൻ റോയൽസ് ഉപയോഗിക്കാത്ത വജ്രായുധം, ഇംഗ്ലണ്ട് യുവതാരമായിട്ടുള്ള ബിഗ് ബാഷ് ഡീലൊക്കെ മിന്നും പ്രകടനം കാഴ്ചവെച്ച് IPL തൻ്റെ ആദ്യ സീസണിലേക്ക് രാജസ്ഥാൻ റോയൽസിലൂടെ എത്തിയ ടോം ക്യോഹ്ലർ കാറ്റ്മോർ. ഇതുവരെയും സീസണിൽ കാറ്റ്മോറിന് രാജസ്ഥാൻ റോയൽസ് ഒരു ഓപ്പർച്യൂണിറ്റി ബാറ്റിങ്ങിൽ കൊടുത്തിട്ടില്ല. സോ കാറ്റ്മോറിനെ ഓപ്പണിങ്ങിലേക്ക് പരീക്ഷിക്കാനായിരിക്കും മെയിനായിട്ടും ഈ ഒരു 3 താരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോബബിൾ ചാൻസ് ഉള്ളത് കാറ്റ്മോറിന് തന്നെയാണ്. സീസണിൽ ഇതുവരെയും രാജസ്ഥാൻ റോയൽസിന് വേണ്ടി പ്ലേയിങ് ലെവലിൽ എത്താത്ത താരം. ബട്ട്ലർക്ക് പകരം മറ്റൊരു ഇംഗ്ലണ്ട് താരമായി വിദേശ താരങ്ങളുടെ ആ ഒരു കോട്ട തികയ്ക്കാൻ ടോം ക്യോഹ്ലർ കാറ്റ്മോർ ഒരു പക്ഷേ രാജസ്ഥാൻ റോയൽസിന് യശസ്വി ജയ്സ്വാളിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തിയേക്കാം. സോ ഇതാണ് മെയിനായിട്ടും രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു പ്രോബബിൾ താരം, അതായത് ഓപ്പണിങ്ങിലേക്ക് ബട്ട്ലർക്ക് പകരം വയ്ക്കാൻ പറ്റുന്ന 3 താരങ്ങൾ. സോ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ സാധ്യത കാറ്റ്മോറിന് തന്നെയാണ്. എന്നിരുന്നാലും വ്യക്തമായ ഉത്തരം RR വേഴ്സസ് PBKS പോരാട്ടത്തിലൂടെ തന്നെ നമുക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.